ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലൻസ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നിസാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. യെസ് മക്കളെ, ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ വൈസ് നിങ്ങൾ ഇനി എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം. കാരണം ഇതുവരെ എന്താ പറയുക, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാം കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്സ് മിസ്സായി പോയിട്ടുണ്ടോ എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറയുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് എന്തായാലും ആൻസർ വേണമെങ്കിൽ, ആൻസർ സാറ് പറഞ്ഞു തരണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഇത് കണ്ടന്റ്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ആൻസർ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഡൗട്ടായിട്ട് ചോദിക്കുക. സാർ അതിന്റെ റിപ്ലൈ തരുന്നതായിരിക്കും. റിപ്ലൈ ആയിട്ട് അതിന്റെ ആൻസർ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഡൗട്ട് ഉണ്ടെങ്കിൽ മാക്സിമം കമന്റ് ബോക്സ് നിറച്ച് ചോദിക്കുക. ഇനിയിപ്പോ ഇതല്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ഉണ്ട് ഡൗട്ട് എങ്കിൽ നിങ്ങൾക്ക് അതും ചോദിക്കാം. നിങ്ങൾക്ക് അതും കമന്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാം. അത് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇത് ഉച്ചയ്ക്ക് 2 മണി 2:30 ആകുമ്പോഴായിരിക്കും ഈ കണ്ടന്റ് വീഡിയോ അപ്പ് ചെയ്യുന്നത്. അപ്പം 2 മണി മുതൽ നിങ്ങൾക്ക് സെറ്റായിട്ട് കൂടുതൽ ഇത് പഠിക്കാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ ചോദിക്കാം. നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് ഫുൾ മാർക്ക് മേടിച്ചിരിക്കും കേട്ടോ, ഉറപ്പായിട്ടും മേടിച്ചിരിക്കും. A+ ഒന്നുമല്ല, ഫുൾ മാർക്ക് മേടിച്ചിരിക്കും. നിങ്ങളും ഞാനും ഒരുമിച്ച് നമ്മൾ മുന്നോട്ട് കിടക്കുകയാണെങ്കിൽ, നിങ്ങളും വേണം, ഞാൻ മാത്രമല്ല നിങ്ങളും വേണം. നിങ്ങളും ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഫുൾ മാർക്ക് മേടിച്ചെടുക്കാൻ പറ്റിയിരിക്കും. ഞാൻ രാത്രിത്തെ ലൈവ് ഇവിടെ കാണാം, സെറ്റ്. പിന്നെ ബൂസ്റ്ററുടെ കണ്ടുകഴിഞ്ഞാൽ ബൂസ്റ്റർ പിന്നെ എന്താണ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്ന ഒരു ഐറ്റം മാത്രമാണ്. സോ ഇന്ന് രാത്രിയുള്ള മെഗാ മാരത്തോൺ ആരും കാണുക, ഒരിക്കലും മിസ്സാക്കല്ല്. സോ ഈ പറയുന്ന സെക്ഷൻസിനകത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ മിസ്സാക്കിയിട്ട് നോക്കുക. മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പഠിക്കാൻ നോക്കുക. പഠിക്കാൻ നിങ്ങൾ പറ്റിയില്ലെങ്കിൽ എന്താ നമുക്ക് നിങ്ങൾ കമന്റ് ബോക്സ് കൊടുക്കുക. ഞാനത് നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ആണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ, ഒരു കുഴപ്പമില്ല. മലയാളത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ചാപ്റ്റർ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗിലാണെങ്കിൽ ഫസ്റ്റ് പറയുന്നതാണ് എക്സ്പ്ലെയിൻ ടോക്കൺ. ടോക്കൺ നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താണ് ടോക്കൺ? ടോക്കൺ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദി പ്രോഗ്രാം ആണ്. അതിന് ഡിഫറെന്റ് ടൈപ്സ്, കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലെറ്റേഴ്സ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. വേണമെങ്കിൽ 5 മാർക്ക് എടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പൊ എന്താണ് ടോക്കൺ പഠിച്ചിരിക്കണം. ടോക്കണിന്റെ സബ് ടോപ്പിക്സ് എല്ലാം പഠിച്ചിരിക്കണം. അത് മിസ്സാക്കല്ല കേട്ടോ, അത് മിസ്സാക്കല്ല്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ടോപ്പിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സാറേ എന്താണ് കീവേഡ്? സാറേ എന്താണ് ലിറ്ററൽ? സാറേ എന്താണ് ഐഡന്റിഫയർ? സാറേ ഇങ്ങനെ ഒരു ഐഡന്റിഫയർ വന്നു, അതെന്താണ്, തെറ്റാനുള്ള റീസൺ എന്താണ്? നിങ്ങൾക്ക് ചോദിക്കാം. ഇന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ചോദിക്കാം. ഇന്ന് നാളെ വെളുപ്പിനെ വരെ നിങ്ങൾക്ക് കംപ്ലീറ്റ് കമന്റ് ബോക്സ് നിറച്ച് ചോദിക്കാം. എത്ര പിള്ളേർ കമന്റ് ചെയ്താലും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും, അതിലൊരു മാറ്റമില്ല. സോ എല്ലാവർക്കും ചോദിക്കും കേട്ടോ. ഇവിടെ വെക്കാം. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആൻഡ്, ഓർ, നോട്ട്. അതിന്റെ എന്താണ് എക്സ്പ്ലനേഷൻ റൈറ്റിന് ഇങ്ങനെ നമ്മളെ ഓപ്പറേറ്ററിന്റെ സിമ്പൽ എന്താണ് അത് കൊടുക്കുക. ദെൻ അതിന്റെ എക്സ്പ്ലനേഷൻ, അതിനൊരു എക്സാമ്പിൾ കൊടുക്കുക. എല്ലാത്തിനും മാക്സിമം എക്സാമ്പിൾ ആഡ് ചെയ്ത് നോക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ടൈപ്പ് കൺവേർഷൻ മെത്തേഡ്. എന്താണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും മിസ്സാക്കല്ല്. നെക്സ്റ്റ് മക്കളെ നെസ്റ്റഡ് ഇഫൽസിന്റെ സിൻടാക്സ്. നെസ്റ്റഡ് ഇഫൽസിന്റെ സിൻടാക്സ് അല്ല, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഫുൾ സിൻടാക്സ്. ഞാൻ പ്രത്യേകം ഒരു വീഡിയോ ചെയ്തായിരുന്നു മക്കളെ. അങ്ങനെ തന്നെ പഠിക്കുക. സിൻടാക്സ് എക്സാമ്പിൾ ആ രീതിയിൽ തന്നെ പഠിക്കാൻ നോക്കുക. കാരണം അങ്ങനെ പഠിച്ചാലാണ് കൂടുതൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. സോ അങ്ങനെ തന്നെ ട്രൈ ചെയ്യുക. സിൻടാക്സ് എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ ഇഫൽസിന്റെ എക്സാമ്പിൾ പറയുകയാണ്. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ സ്റ്റേറ്റ്മെന്റ്, എൽസ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇഫ് എ ഗ്രെറ്റർ ദാൻ ബി COT A, എൽസ് COT B. അപ്പൊ എന്താണ് ഒരു സിൻടാക്സ് എക്സാമ്പിൾ ആ രീതിയിൽ പഠിക്കുക. കൂടുതൽ വർക്കിംഗ് കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സിൻടാക്സും അഥവാ പൊതുരൂപവും എക്സാമ്പിളും മാത്രമെങ്കിലും പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് ഇതിനകത്ത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ നെസ്റ്റഡ് ഇഫൽസിന്റെയും ഫോർ ലൂപ്പിന്റെ സിൻടാക്സും അതിന്റെ വർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എലമെന്റ്സ് ഓഫ് ലൂപ്പ് കേട്ടോ, എലമെന്റ്സ് ഓഫ് ലൂപ്പും വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. പിന്നെ ബ്രേക്ക് കണ്ടിന്യൂ ഡിഫറൻസ് പഠിച്ചിരിക്കണം. ബ്രേക്ക് കണ്ടിന്യൂ ഡിഫറൻസ് എക്സാമ്പിൾ സൈസ് സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ സൈസ് നിങ്ങൾ പഠിച്ചിരിക്കുക, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ദെൻ എലമെന്റ്സ് ഓഫ് ലൂപ്പ് കേട്ടോ, എലമെന്റ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് കേട്ടോ, കമ്പോണൻസ് ഓർ പാർട്സ് ഓഫ്, ഈ 3 രീതി ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പാർട്സ് ഓഫ് ലൂപ്പ് കേട്ടോ, എലമെന്റ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് അല്ലെങ്കിൽ പാർട്സ് ഓഫ് ലൂപ്പ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അത് ചോദിക്കാം. പിന്നെ ഗോ ടു സ്റ്റേറ്റ്മെന്റ് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. പ്രോഗ്രാം ചോദിക്കാൻ വളരെ ചാൻസ് കുറവാണ്. പിന്നെ പ്രോഗ്രാം സെഗ്മെന്റ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഔട്ട്പുട്ട് ഒരു കോഡ് എന്നിട്ടാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് മക്കൾ. അതിന്റെ ഒരു വീഡിയോ ലിങ്ക് നിങ്ങളുടെ നമ്മുടെ +2 ചാനലുണ്ട്, +2 വാട്സ്ആപ്പ്
വാട്സപ്പ് ചാനലുണ്ട്. വാട്സപ്പ് ചാനൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് കിട്ടിയില്ലെങ്കിൽ അതിന്റെ ലിങ്ക് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നോക്കുക. കാരണം അതിനകത്ത് ലിങ്ക് കൊടുക്കുന്നുണ്ട്. +1 കൊമേഴ്സിന്റെ ചാനലാണെങ്കിൽ കംപ്ലീറ്റ് പ്രോഗ്രാമിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു ലൈവ് കൊടുത്തേപ്പുണ്ട് കേട്ടോ. കംപ്ലീറ്റ് പ്രോഗ്രാമിംഗ് സൊല്യൂഷൻ, ആ കംപ്ലീറ്റ് പ്രോഗ്രാം സൊല്യൂഷൻ ലൈവ് ഒന്ന് കാണുക. കാരണം അതിനകത്ത് കംപ്ലീറ്റ് എന്താണ് പ്രോഗ്രാമിംഗിന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും മിസ്സാക്കില്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയാനുള്ള ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ സിന്റാക്സുകൾ എല്ലാത്തിനും പഠിച്ചിരിക്കുക, ഒരിക്കലും മാറ്റില്ല. പിന്നെ ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ് കേട്ടോ, ഇതൊന്നുകൂടെ പഠിച്ചിരിക്കുക. ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ് അതുകൂടെ ഒന്ന് പഠിച്ചിട്ടുണ്ടെന്ന് ട്രൈ ചെയ്യുക. ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇതിൽ കൂടുതൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മറന്നു പോകാനല്ല പറയുന്നത്. അതും ജസ്റ്റ് മെമ്മറൈസ് ചെയ്യുക, അതൊന്ന് റിവൈസ് ചെയ്ത് വെച്ചേക്കുക. എന്നാലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഇത് നോക്കി വെച്ചേക്ക് കേട്ടോ. യെസ്, നെക്സ്റ്റ് നോക്കാം. അറേസ്, അറേയുടെ ഡെഫിനിഷൻ എന്താണ്? ഡെഫിനിഷൻ എന്താണ്? അറേസ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ എലമെന്റ്സ് ദാറ്റ് സ്റ്റോർഡ് ഇൻ എ കൗണ്ടിജിയസ് മെമ്മറി ലൊക്കേഷൻസ്, എ ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് സ്റ്റോർഡ് ഇൻ എ സിംഗിൾ വേരിയബിൾ നെയിം. അപ്പോൾ അറേ ഡെഫിനിഷൻ ഉണ്ട്, അതിനൊരു സിൻടാക്സ് ഉണ്ട്, ഡേറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ് എന്ന് പറയുന്ന സിൻടാക്സ് ഉണ്ട്. ദെൻ അതിനൊരു എക്സാമ്പിൾ ഉണ്ട് അല്ലേ. യെസ്, അത് ഫോളോ ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ് എന്താണ് മക്കളെ? അറേ ആക്സസ് ചെയ്യുന്ന പ്രോസസ്. ഇപ്പോൾ ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് ഇവിടെ കൊടുത്തേക്കാണ്. അതാണ് A0 വാല്യൂ, A0 വാല്യൂ നോക്കുക. A0 വാല്യൂ 1 എന്നാണ്. A2 വാല്യൂ, A3 വാല്യൂ എന്താണ്? A3 വാല്യൂ 4 എന്നാണ്. ദെൻ A2 എന്ന് പറയുന്നത് എന്താ മക്കളെ? 3 ആണ്. 3 പ്ലസ് A4 വാല്യൂ മക്കളെ, A4 വാല്യൂ എന്താണ്? 5 ആണ് അല്ലേ. യെസ്, അപ്പൊ 3 + 5 എത്ര? 8. അപ്പൊ അങ്ങനെ ആക്സസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പൊ അതിന്റെ കോൺസെപ്റ്റ് പഠിക്കുക, ആക്സസിങ് പഠിച്ചിരിക്കുക, അത് ഉറപ്പുവരുത്തുക. പിന്നെ മക്കളെ ഇനിഷ്യലൈസേഷൻ കേട്ടോ. ഇനിഷ്യലൈസ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇനിഷ്യലൈസേഷൻ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഡിക്ലറേഷൻ വരാറുണ്ട്. ഓക്കെ, നമ്മൾ ഇന്നലത്തെ ലൈവിൽ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് നോക്കുക കേട്ടോ. മോഡൽ എക്സാമിന്റെ സൂപ്പർ സിസ്റ്റിയുടെ നോക്കുക. മോഡൽ എക്സാമിന്റെ സൂപ്പർ സിസ്റ്റിയോ അല്ലെങ്കിൽ മാരത്തോൺ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. കാരണം അവിടെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് ഓവർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ ഇന്നത്തെ മെഗാ മാരത്തോൺ ആണ് എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് റെഡി ആയിക്കണം കേട്ടോ. ടെൻഷൻ അടിക്കണ്ട. Then traversal of an array എന്ന് പറഞ്ഞാൽ traversal of an array എന്താണ്? accessing each elements of an array at least once. ഒരു പ്രാവശ്യമെങ്കിലും അറേയുടെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യുന്ന പ്രോസസ് ആണ് traversal of an array. അതിന്റെ കൂടെ ഒരു എക്സാമ്പിൾ കേട്ടോ. ഒരു എക്സാമ്പിളോട് കൊടുക്കുക നല്ലതായിരിക്കും. Then ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ചാപ്റ്ററിൽ വേറൊരു പ്രോഗ്രാം പഠിച്ചില്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം പഠിച്ചിരിക്കുക. 5 സ്റ്റുഡൻസിന്റെ മാർക്ക് ഇൻപുട്ട് കൊടുത്തിട്ടാണെങ്കിൽ റിവേഴ്സ് ഓർഡർ പ്രിന്റ് ചെയ്യുക എന്നുള്ള പ്രോഗ്രാം മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു പ്രോഗ്രാം തന്നെയാണ്. ഒരിക്കലും മിസ്സാക്കില്ല കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് എടുത്ത് നോക്കാം. മെമ്മറി അലോക്കേഷൻ ഓഫ് സ്ട്രിങ് പഠിച്ചിരിക്കുക. ഓക്കെ, അത് നമുക്ക് ഒരു ഓട്ടോമാറ്റിക്കലി എൻഡിലായിട്ടാണെങ്കിൽ സ്ട്രിങ് ടെർമിനേറ്റ് ആയിട്ട് എന്ത് സ്റ്റോർ ചെയ്യും? ഒരു നൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യും. അതിന്റെ മെമ്മറി ലൊക്കേഷൻ പഠിച്ചിരിക്കുക. ഡിഫറൻഷിയേറ്റ് ഗെറ്റ്സ് ഫംഗ്ഷൻ ആൻഡ് സീനെ വെച്ചിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്ത് എന്ത് വരികടാ? അവിടെ വൈറ്റ് സ്പേസ് അലോക്കേറ്റ് ചെയ്ത്, പക്ഷെ അതിന് വൈറ്റ് സ്പേസ് അടക്കമുള്ള ക്യാരക്ടേഴ്സിനെ ഇൻപുട്ട് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്ത്? ഗെറ്റ്സ് ഫംഗ്ഷൻ. അപ്പോൾ അതിന് ഡിഫറൻസ് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് എന്താ മക്കളെ? ഫംഗ്ഷൻസ്, മോഡുലാർ പ്രോഗ്രാമിംഗ് അതിന്റെ മെറിറ്റ്സ് പഠിച്ചിരിക്കുക. ദെൻ സ്ട്രീം ഫംഗ്ഷൻസ്, ഗെറ്റ് ഫംഗ്ഷൻ, പുട്ട് ഫംഗ്ഷൻ ഒക്കെ അങ്ങനെയുള്ള സ്ട്രീം ഫംഗ്ഷൻസ് ഉണ്ടാവുക, അത് പഠിച്ചിരിക്കുക. ദെൻ സ്ട്രീം ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാതെ പോകല്. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. എവിടെയെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ പഠിച്ചെന്നാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് മക്കളെ സ്ട്രിംഗ് ഫംഗ്ഷൻസ്, strlen മെത്തേഡ്, strcpy മെത്തേഡ്, strcat മെത്തേഡ്, strcmbi മെത്തേഡ്, അതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്, ABS മെത്തേഡ്, പൗ മെത്തേഡ്, ദെൻ പിന്നെ ആണെങ്കിൽ SQRT മെത്തേഡ്. അപ്പോൾ ആ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് പഠിച്ചിരിക്കുക. പിന്നെ ആക്ച്വൽ പാരാമീറ്ററും ഫോർമുല പാരാമീറ്റർ ഡിഫറൻസ് പഠിച്ചിരിക്കുക. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് ഡിഫറൻസ് പഠിച്ചിരിക്കുക. സ്കോപ്പ് ഓഫ് വേരിയബിൾസ് പഠിച്ചിരിക്കുക. ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് എന്താണ് അത് പഠിച്ചിരിക്കുക. അതൊന്ന് പഠിച്ചിരിക്കുക കേട്ടോ. മസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ, ഒരിക്കലും മിസ്സാക്കല്ലേ. നെക്സ്റ്റ് വെബ് ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ ഓഫ് നമ്മുടെ ക്ലയന്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ, വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ പഠിച്ചു വെച്ചേട്ടോ. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചോദിക്കാം. ഒരിക്കലും നിങ്ങൾ അതിനൊരു ഉപേക്ഷിക്കുറ്റം വിചാരിക്കില്ല. നെക്സ്റ്റ് എന്താണ് വെബ് സെർവർ? 2 മാർക്കും ചോദിക്കാം, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് DNS സെർവർ? അത് 2 മാർക്കും ചോദിക്കാം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോഫ്റ്റ്വെയർ പോർട്ട് നമ്പർ FTP 20 and 21. ഓക്കെ, അങ്ങനെ HTTPS ആണെങ്കിൽ 453 അല്ലേ. അപ്പൊ അങ്ങനെ ഓരോ പോർട്ട് നമ്പേഴ്സ് ഉണ്ട്. ഒരു സോഫ്റ്റ്വെയർ പോർട്ട് നമ്പരും അതിന്റെ നമ്പരും എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു ബോക്സിൽ കൊടുത്തേ ടെക്സ്റ്റ് ബുക്കിൽ, അതൊന്ന് പഠിച്ചു വെച്ചേക്ക്. ഡൗട്ട് ഉണ്ട് ചോദിക്കാം. എന്നാൽ CSS ഇംപ്ലിമെന്റ് ചെയ്യുന്ന വേസ് മക്കളെ ഇൻലൈൻ CS ഉണ്ട്, എംബഡഡ് CS ഉണ്ട്,
എക്സ്റ്റേണൽ CS ഉണ്ട്, അഥവാ ലിങ്ക്ഡ് CS ഉണ്ട് അല്ലേ. അപ്പൊ ഇത് 3 രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊന്ന് എക്സ്പ്ലനേഷൻ പഠിപ്പിച്ചു. നെക്സ്റ്റ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ഡിഫറൻസ്, ക്ലയന്റ് സൈഡ് സർവീസ് ഡിഫറൻസ്, അത് ബോക്സ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് പഠിച്ചിരിക്കുക. അത് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് ബേസ് സ്ട്രക്ചർ ഓഫ് HTML ഡോക്യുമെന്റ്, കാരണം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നല്ല വെയിറ്റ് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. യെസ്, ഇവിടെ വെക്കാം സ്ട്രക്ചർ ഓഫ് HTML ഡോക്യുമെന്റ് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് വെക്കാം HTML ടാഗിന്റെ ആട്രിബ്യൂട്ട്, DIR ലാങ്, ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്സ്, ബാക്ക്ഗ്രൗണ്ട്, BG കളർ, ടെക്സ്റ്റ്, ലിങ്ക്, A ലിങ്ക്, V ലിങ്ക്, ടോപ്പ് മാർജിൻ, ലെഫ്റ്റ് മാർജിൻ, അത് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിന്റെ ഒരു എക്സാമ്പിൾ കൊടുക്കുക, മാക്സിമം എക്സാമ്പിൾ കൊടുക്കുക, ആഡ് ചെയ്ത് നോക്കുക, അത് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് വെക്കാം ഹെഡിങ് ടാഗ്സുകൾ, H1 മുതൽ H6 വരെയുള്ള ഹെഡിങ് ടാഗ്സ് ഉണ്ട്, അത് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ദെൻ 5 ടെക്സ്റ്റ് ഫോർമാറ്റ് ടാഗ്സ്, ഏതെങ്കിലും 5 ടെക്സ്റ്റ് ഫോർമാറ്റ് ടാഗ്സുകൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് സൂപ്പ് ടാഗിന്റെ സബ് ടാഗിന്റെ ഡിഫറൻസ്, അതിൻ്റെ ഒരു H2SO4ന്റെയും A²+B² ഒക്കെ ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഇസ് ദ യൂസ് ഓഫ് ഫോണ്ട് ടാഗ് എന്താണ്, അതിന്റെ ആട്രിബ്യൂട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഡിഫ് ടാഗ് എന്താണ്, അതിന്റെ ആട്രിബ്യൂട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മാർക്ക് ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കാൻ പോകല്. അതെല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം മക്കളെ, പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എനിക്കിപ്പോൾ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം എന്താണ്, ഇത്രയും ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം എന്താണ് ഈ ഒരു വീഡിയോയിൽ പറ്റിയെന്ന് വരത്തില്ല. സോ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള വളരെ യൂസ്ഫുൾ വീഡിയോ തന്നെയാണ്, ഉറപ്പുവരുത്തുക. ഇവിടെ നെക്സ്റ്റ് IMG ഓരോന്ന് എടുത്ത് നോക്കുക, ഒരു ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുക, ഈ കണ്ടന്റ്സ് എടുത്ത് നോക്കുക, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ ഡൗട്ട് ചോദിക്കുക, അല്ലെങ്കിൽ അറിയത്തില്ല ഇല്ലെങ്കിൽ പഠിക്കുക, അറിയത്തില്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കുക, അല്ലെങ്കിൽ എന്നോട് ചോദിക്കുക, കമന്റ് ബോക്സ് ചോദിക്കുക കേട്ടോ. യെസ്, നെക്സ്റ്റ് IMG ടാഗ് എന്താണ്, അതൊരു MD ടാഗാണ്, നമുക്ക് ഇമേജ് ഇൻസെർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതിന് എക്സാമ്പിൾ കൊടുക്കാം. അതിന്റെ മെയിൻ ആട്രിബ്യൂട്ട് SRC ആണ്, അതും പഠിച്ചു വെച്ചിരിക്കണം. വേറെ ആട്രിബ്യൂട്ട് ഉണ്ട്, ആൾട്ട് ആട്രിബ്യൂട്ട് ഉണ്ട്, അതും പഠിച്ചു വെച്ചേക്കട്ടെ. നെക്സ്റ്റ് എടുത്ത് നോക്കാം റിസർവ്ഡ് എൻറ്റിറ്റീസ് എന്തൊക്കെയാണ്, അതിന്റെ എക്സ്പ്ലനേഷൻ പറയുക. ഓക്കെ, അറിയത്തില്ലെങ്കിൽ കമന്റ് ബോക്സ് ചോദിക്കുക. നെക്സ്റ്റ് നോക്കാം വെബ് ഡിസൈനിങ് യൂസ് HTML ലിസ്റ്റ്, HTML ഓർഡേഡ് ലിസ്റ്റ് ഉണ്ട്, അൺഓർഡേഡ് ലിസ്റ്റ് ഉണ്ട്, ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ട്. 3ന്റെയും എക്സ്പ്ലനേഷൻ ആദ്യം പഠിക്കുക. 3ന്റെ അൺഓർഡേഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ലിസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. അതിന് പിന്നെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അതർ ഗ്രാഫിക്കൽ എന്താണ് ഈ ബുള്ളറ്റ്സുകളോ അല്ലെങ്കിൽ അതർ ഗ്രാഫിക്കൽ സിമ്പിൾസുകളായിരിക്കും ലിസ്റ്റിന്റെ ഫ്രണ്ടിലാട്ടിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ, അതിന്റെ മെയിൻ ആട്രിബ്യൂട്ട് ടൈപ്പ് ആട്രിബ്യൂട്ട് ആണ്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ പഠിച്ചിരിക്കുക. ഓർഡേഡ് ലിസ്റ്റ് ആണെങ്കിൽ ഓയിൽ ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്, ലിസ്റ്റ് ഓഫ് ഐറ്റംസ് റെപ്രസെന്റ് LA ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അവിടെ നോക്കാം, അവിടെ ലിസ്റ്റ് ഓഫ് ഐറ്റംസിന്റെ ഫ്രണ്ടിലായിട്ട് എന്താണ് റെപ്രസെന്റ് ചെയ്തത്, നമ്മുടെ ഈ പറഞ്ഞ ന്യൂമറിക്കൽ ഓർഡറിലോ അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്, അത് പഠിച്ചിരിക്കണേ, മിസ്സാക്കല്ലേ. നെക്സ്റ്റ് ലിങ്ക്, എക്സ്റ്റേണൽ ലിങ്ക്, ഇന്റേണൽ ലിങ്ക്, ഇമെയിൽ ലിങ്ക്, ഈ 3 കാര്യങ്ങൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ടാഗ് A ടാഗ് ആണ്. ഇപ്പൊ അതിനകത്ത് ഇന്റേണൽ ലിങ്കിങ് ഉപയോഗിക്കുന്ന ടാഗ് എന്താണ് ആട്രിബ്യൂട്ട് എന്താണ്, നെയിം ആട്രിബ്യൂട്ട് ആണ്. ഇമെയിൽ ആണെങ്കിൽ ഇമെയിൽ ലിങ്കിങ് ആകുമ്പോൾ എന്താണ് അവിടെ മെയിൽ ടു പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നതാണ്, മെയിൽ ടു പ്രോട്ടോകോൾ യൂസ് ചെയ്യില്ലേ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക, അതിന്റെ എക്സ്പ്ലനേഷൻ പഠിച്ചിരിക്കുക, ആ ഒരു 3 ലിങ്കിങ് പഠിച്ചിരിക്കുക. ദെൻ ഒരു ടേബിൾ തന്നിട്ട് അത് ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കാം. അപ്പൊ റോസ്പാൻ കോൾസ്പാന്റെ ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, സാറ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കാം. റോസ്പാൻ കോൾസ്പാൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, സാധാ ടേബിൾ ക്രിയേഷൻ വരാറുണ്ട്. ടേബിൾ ക്രിയേഷൻ മസ്റ്റായിട്ട് പഠിച്ചിരിക്കുന്നത്, മസ്റ്റായിട്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കും കേട്ടോ, വലിയൊരു മാറ്റമില്ല. അഥവാ അറിയത്തില്ലെങ്കിൽ സാറിന്റെ കുറെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നോക്കാം ഫ്രെയിം സെറ്റ് ടാഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെന്റ് സെക്ഷൻസ് ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗാണ് ഫ്രെയിം സെറ്റ് ടാഗ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നോ ഫ്രെയിം ടാഗ് എന്ന് പറഞ്ഞാൽ നോൺ ഫ്രെയിം ടാഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന്റെ യൂസ് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ഫ്രെയിം ടാഗ് ആട്രിബ്യൂട്ട്സ് പഠിച്ചിരിക്കുക. പിന്നെ ഫോം കൺട്രോൾസ് ഇൻപുട്ട് ടാഗ് ഉണ്ട്, സെലക്ട് ടാഗ് ഉണ്ട്, ദെൻ ടെക്സ്റ്റ് ഏരിയ ടാഗ്. അപ്പൊ ഇതിന്റെ 3ന്റെ യൂസ് പഠിച്ചിരിക്കുക. പിന്നെ ഇൻപുട്ട് ടാഗിന്റെ ഒരു മെയിൻ ആട്രിബ്യൂട്ട് ആണ് ടൈപ്പ് ആട്രിബ്യൂട്ടിന്റെ വാല്യൂസ് നമുക്ക് ടെക്സ്റ്റ് ഉണ്ട്, പാസ്വേഡ് ഉണ്ട്, ചെക്ക് ബോക്സ് ഉണ്ട്, റേഡിയോ ഉണ്ട്. അപ്പൊ ഇൻപുട്ട് ടാഗിന്റെ മെയിൻ ആട്രിബ്യൂട്ട് ആണ് ടൈപ്പ് ആട്രിബ്യൂട്ടിന്റെ വാല്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരിക്കലും മിസ്സാക്കളിൽ. നെക്സ്റ്റ് നോക്കാം ഫീൽഡ് സെറ്റ് ടാഗ്, അതിന്റെ യൂസ് ഒരു എക്സാമ്പിൾ പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, യെസ്, നെക്സ്റ്റ് എടുത്ത് നോക്കാം സ്ക്രിപ്റ്റ് ടാഗ് എന്താണ്, അതിന്റെ യൂസ് പഠിച്ചിരിക്കുക. ജാവാസ്ക്രിപ്റ്റ് കോഡൊക്കെ ആണെങ്കിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിന്റെ ഒരു ഡെഫിനിഷൻ പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ഡേറ്റ ടൈപ്സ്, നമ്പർ, ബൂളിയൻ, സ്ട്രിങ്, ആ ഒരു ഡേറ്റ ടൈപ്സ് പഠിച്ചിരിക്കുക. പിന്നെ ഈ ഒരു പ്രോഗ്രാം പഠിക്കുക, സം ഓഫ് 2 നമ്പേഴ്സ് യൂസിങ് ഫംഗ്ഷൻ, അത് പഠിച്ചിരിക്കുക. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്, പിന്നെ ജാവാസ്ക്രിപ്റ്റ് കോഡ് ടു ഫൈൻഡ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 10 നമ്പേഴ്സ്, ഈ ഒരു പ്രോഗ്രാം നോക്കി വെച്ചേക്കുക. പിന്നെ ഇവന്റ്സുകൾ, മൗസ് ഇവന്റ്സും കീബോർഡ് ഇവന്റ്സിലുണ്ട്, അത് നോക്കി വെച്ചേക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കാം വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് വെബ് ഹോസ്റ്റിംഗ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് മെത്തേഡ്സുകൾ അത് നോക്കി വെച്ചേക്കുക, ഡൗട്ട് ഉണ്ട് ചോദിക്കാം. നെക്സ്റ്റ് ബൈയിങ് ഹോസ്റ്റ് സ്പേസ് മേടിക്കാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി വെച്ചേക്കുക. ഫ്രീ ഹോസ്റ്റിംഗ് സർവീസസ്, CMS എന്താണ്, വെബ്സൈറ്റ് FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ എന്താണ്, റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് ഏതൊക്കെ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ വരെ പഠിച്ചു വെച്ചേക്കുക കേട്ടോ, മിസ്സാക്കല്ലേ. നെക്സ്റ്റ് എടുത്ത് നോക്കാം DBMS എന്താണ്, DBMS എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജ് ഓഫ് DBMS അതൊന്ന് കണ്ടുപിടിച്ചേക്കുക, അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ പഠിച്ചു വെച്ചേക്കുക. 5 മാർക്കിന് എസ്സേ പേപ്പറിൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് നോക്കാം കമ്പോണൻസ് ഓഫ് DBMS, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, എന്താ പറയുക, ഡേറ്റ,
ഓക്കെ, യൂസേഴ്സ്, ഓക്കെ, പ്രൊസീജിയേഴ്സിൽ. അപ്പോൾ ആ കമ്പോണൻസ് ഉള്ളത് പഠിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്താണ്? ഡേറ്റ ഇൻഡിപെൻഡൻസ് ആണ്. ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് ഉണ്ട്, ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് ഉണ്ട്. ഡേറ്റ അബ്സ്ട്രാക്ഷൻ ഫിസിക്കൽ ഉണ്ട്, ലോജിക്കൽ ഉണ്ട്, യു ലെവൽ ഉണ്ട് അല്ലേ? 3 ലെവൽസ് ഉണ്ട്. അതിൻ്റെ ഒന്ന് പഠിച്ചിരിക്കുക. യൂസേഴ്സ് എന്താണ്? ഈ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ദെൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിസ്റ്റ്, സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്, നേവി യൂസേഴ്സ് അല്ലേ? അപ്പോൾ യൂസേഴ്സ് ടൈപ്സ് പഠിച്ചിരിക്കുക. ദെൻ ടെർമിനോളജീസ് ഇൻ ആർഡിബിഎസ് എന്താണ്? ടുപ്പിൾ എന്താണ്? ആട്രിബ്യൂട്ട് എന്താണ്? റിലേഷൻ എന്താണ്? ഓക്കെ, നമ്പർ ഓഫ് ടുപ്പിൾസ് ആണ്, കാർഡിനാലിറ്റി, നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്, ഡിഗ്രി. അപ്പോൾ ആ കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ആക്ച്വൽ വാല്യൂസ് അപ്പിയറിന്റെ കോളമാണ് നമ്മുടെ ഈ ഡൊമൈൻ വാല്യൂസ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ സഹിതം ഒന്ന് പഠിച്ചു വെച്ചേക്കുക, നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. എക്സാമ്പിൾ സഹിതം പഠിച്ചിരിക്കുക കേട്ടോ. കാരണം എന്താണ് നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കോളത്തിന്റെ എണ്ണം കൗണ്ട് ചെയ്യുക. ഈ പറഞ്ഞ നമ്പർ ഓഫ് റോസ് നമ്പർ കാർഡിനാലിറ്റി കൗണ്ട് ചെയ്യുന്നത് എങ്ങനെ മക്കളെ? നമ്മുടെ നമ്പർ ഓഫ് റോസ് ഉണ്ട്. നെക്സ്റ്റ് കീസ് എന്ന് നമുക്ക് പ്രൈമറി കീ ഉണ്ട്, കാൻഡിഡേറ്റ് കീ ഉണ്ട്, ഓൾട്ടർനേറ്റീവ് കീ ഉണ്ട് അല്ലേ? യെസ്, ഫോറിൻ കീ ഉണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ പഠിച്ചിരിക്കുന്നത്. റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻസ് പഠിച്ചിരിക്കുക. റിലേഷണൽ ഓൾജിബ്ര സെലക്ട് പ്രൊജക്റ്റ് അപ്ഡേറ്റ്, സെലക്ട് പ്രൊജക്റ്റ്, യൂണിയൻ, ഇന്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻസ് പഠിച്ചിരിക്കുക. അതിൻ്റെ ഒരു എക്സാമ്പിൾസ് അതും പഠിച്ചു വെച്ചേക്കണം, മിസ്സാക്കല്. ഇതൊക്കെ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കി, ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഈ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. അല്ലാതെ ചുമ്മാ എന്താണ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഈ കാര്യങ്ങളൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ടോ ചെക്ക് ചെയ്യട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. എസ്ക്യൂഎൽ കമ്പോണൻസ് ഓഫ് എസ്ക്യൂഎൽ, DDL, DML, DCL, അതിൻ്റെയൊക്കെ DDL കമാൻഡ്സിലൊക്കെയാണ് ഈ പറഞ്ഞ DDL കമാൻഡ്സ് ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ് ആണ്. DML കമാൻഡ്സ് സെലക്ട്, ഇൻസെർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ആണ്. DCL കമാൻഡ്സ് ഗ്രാൻഡ്, റിവോക്ക് ആണ് അല്ലേ? നെക്സ്റ്റ് ഡേറ്റ ടൈപ്സ് ഇൻ എസ്ക്യൂഎൽ, നമ്പർ, ബൂളിയൻ, സ്ട്രിങ്. ഇത് 3 എസ്ക്യൂഎലിന്റെ ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ കൊറീസ് എല്ലാം പഠിച്ചിരിക്കുക. ക്രിയേറ്റ്, ഇൻസെർട്ട്, സെലക്ട് തന്നെ വെയർ ക്ലോസും ഉണ്ട്. ഡിസ്റ്റിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിന് എലിമിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ് ഡിസ്റ്റിങ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ലൈക്ക് ഓപ്പറേറ്റർ, ഇൻ ഓപ്പറേറ്റർ യൂസ്, നോട്ട് ഇൻ, അപ്ഡേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ് കേട്ടോ. ഇത്രയും കമാൻഡ്സുകൾ പഠിച്ചിരിക്കുക. എക്സാമ്പിൾസ് ആയതും പഠിച്ചിരിക്കുക. സാർ ഇന്നലത്തെ ലൈവിൽ വിശദമായിട്ട് എല്ലാ കൊറീസും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നോക്കിയിട്ടേ പോകാമല്ലോ കേട്ടോ, ഒരിക്കലും മിസ്സാക്കല്. അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് പഠിക്കാൻ നമുക്ക് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ്, സമ്മ്, AVG, മിന്ന്, മാക്സ്, ഓക്കെ, കൗണ്ട് ഫംഗ്ഷൻ. അപ്പോൾ ഇതൊന്ന് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് എടുത്ത് നോക്കാം. ERP എന്താണ്? അതിന്റെ ഫംഗ്ഷൻസ് ഓഫ് ERP പഠിച്ചിരിക്കുക. നെക്സ്റ്റ് നമ്മൾ ERP ഇംപ്ലിമെന്റേഷൻസ് അത് പഠിച്ചിരിക്കുക. BPR, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ പഠിച്ചിരിക്കുക. ബെനിഫിറ്റ്സ് ആൻഡ് റിസ്ക് ഓഫ് ERP അത് നോട്ട് ചെയ്തിരിക്കുക. നെക്സ്റ്റ് MIS എന്താണ്? അതിന്റെ എക്സ്പ്ലനേഷൻ പഠിക്കുക. MISന്റെ ഫുൾ ഫോം പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ERP പാക്കേജ് അതൊന്ന് പഠിച്ചിരിക്കുക, അത് നോട്ട് ചെയ്തിരിക്കണേ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT, നമ്മളെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസ് ഏതൊക്കെയാണ്? SMS, സ്മാർട്ട് കാർഡ്, GPS, ഓക്കെ. ആ ടെക്നോളജീസ് ഉണ്ടല്ലോ മക്കളെ, ആ ഒരു ടെക്നോളജീസ് പഠിച്ചിരിക്കുക. MMS ആ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക. 2G നെറ്റ്വർക്ക് ടെക്നോളജീസ് ഉണ്ട്, GPR, GSM ഐറ്റംസ് ഉണ്ടല്ലോ, അത് പഠിച്ചിരിക്കുക. മൊബൈൽ OSനെ കുറിച്ചാണെങ്കിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ദെൻ ആൻഡ്രോയിഡ് OSനെ പറ്റി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. IPR എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ കോപ്പിറൈറ്റ്, IPR നമുക്ക് 2 ക്ലാസിഫൈ ചെയ്യാം, കോപ്പിറൈറ്റ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. സൈബർ സ്പേസ് എന്താണ്? സൈബർ ക്രൈംസ് എക്സ്പ്ലെയിൻ ചെയ്യുക. സൈബർ ക്രൈംസ് എഗൻസ്റ്റ് ഇൻഡിവിജ്വൽ ഉണ്ട്, സൈബർ ക്രൈംസ് എഗൻസ്റ്റ് ഗവൺമെന്റ് ഉണ്ട്, സൈബർ ക്രൈംസ് എഗൻസ്റ്റ് എന്താണ് മക്കളെ ഒരു കമ്പനി ഉണ്ട് അല്ലേ? യെസ്. അപ്പൊ അതാണ് മക്കളെ ആ 3 ക്ലാസിഫിക്കേഷൻസ് പഠിച്ചിരിക്കുക. അപ്പൊ എന്താണ് ഇത്രയും കാര്യങ്ങൾ എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇല്ല എങ്കിൽ ഒന്നും കൂടെ ജസ്റ്റ് എന്താണ് റിവൈസ് ചെയ്യുക കേട്ടോ. നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി ഇത് പറയുന്നതല്ല, ജസ്റ്റ് ടെൻഷൻ അടിക്കേണ്ടതാണ്. ജസ്റ്റ് ഒരു ചാപ്റ്റർ നോക്കുക, ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ നോക്കുക. പഠിച്ചിട്ടില്ലെന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഠിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് നിങ്ങൾ കുറച്ചുകൂടെ പഠിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സ് ചോദിക്കാം, ഞാൻ പറഞ്ഞത് തന്നെയായിരിക്കും. അപ്പോൾ കമന്റ് ബോക്സ് ചോദിക്കുക, ഒരു കുഴപ്പമില്ല. കമന്റ് ബോക്സ് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കുക. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പഠിക്കുന്നിടത്തോളം പഠിക്കുക, ഓക്കെ. ഒരു ടെൻഷനും ഇല്ലാതെ ഫ്രീ ആയിട്ട് പോകട്ടെ, ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാക്സിമം കഷ്ടപ്പെടുന്നതിൻ്റെ മാക്സിമം ഒരു എഫർട്ട് എടുക്കും, നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടും. അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകട്ടോ. വേറെ കാര്യങ്ങളൊന്നുമില്ല, പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. യെസ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 7:30 ലൈവിൽ വരണം. എല്ലാവരും ലൈവിൽ വരണം. ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ പോകുന്നത്. അതിലൊരു മാറ്റമില്ല. അത് നമ്മൾ മോഡൽ എക്സാമിനും പറഞ്ഞാണ്, അതേപടി ചോദിച്ചാണ്. സോ ഒരിക്കലും മിസ്സാക്കല്. അപ്പോൾ എല്ലാവരും 7:30 വന്നിരിക്കണം.